നമസ്കാരം ശ്രീ ദുർഗാദാസ്. നമ്മൾ ശബരിമലയുടെ ഒരു വീഡിയോയെക്കുറിച്ചൊരു ചർച്ച ചെയ്യുകയാണ്. ആ വീഡിയോയിൽ നമ്മൾ കണ്ടു, അങ്ങും കണ്ടു, ആ ദൃശ്യങ്ങൾ കണ്ടു. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ വളരെ ക്രൂരമായിട്ട് തിരക്കിലും തിക്കിലും പെട്ട അയ്യപ്പന്മാരെ പോലീസുകാർ ആക്രമിക്കുകയാണ് അല്ലേ? എന്താണ് അങ്ങേക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ ഈ ദൃശ്യം നമ്മൾ കണ്ടാൽ തന്നെ അറിയാം. ശബരിമലയിലെ അയ്യപ്പന്മാർ, അതായത് അയ്യപ്പൻ്റെ അതേ ഭാവമാണ്, ഭഗവാൻ അയ്യപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇത്രയും വ്രതമെടുത്ത് ആ ശബരിമലയിൽ പോകുന്ന അവരെ നമ്മൾ അയ്യപ്പന്മാരെന്നേ വിളിക്കാറുള്ളൂ. സ്വാമിമാരെ, അല്ലെങ്കിൽ അവരെ പേര് പോലും പറയാറില്ല. സ്ത്രീകളാണെങ്കിൽ തന്നെ നമ്മൾ മാളികപ്പുറം എന്നേ വിളിക്കുള്ളൂ. നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ ആ രീതിയിലാണ്. പക്ഷേ നമ്മൾ അവിടെ ഇപ്പോൾ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ്റെ ഈ പോലീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾ തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ശബരിമല അവരുടെ ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ശബരിമലയിൽ നിന്നുള്ള വരുമാനം അത് ആണ് ഈ സർക്കാരിൻ്റെ, അത് നേരിട്ട് ട്രഷറി പോകുന്നില്ല. നമ്മൾ പലവട്ടം കാണുന്നതാണ്. ഏറ്റവും കൂടുതൽ KSRTC ലാഭത്തിലാവുന്നത് ശബരിമല ഭക്തർ വരുന്നുണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു അന്താരാഷ്ട്ര ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യയിലെ തന്നെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റേണ്ട ഒരു സ്ഥലത്തിനെ ഓരോ സീസൺ ആവും തോറും ദ്രോഹിക്കുകയാണ്. അയ്യപ്പന്മാരെ ദ്രോഹിക്കുന്നു, അടിക്കുന്നു. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ക്രൂരമായിട്ട് കമ്പെടുത്തിട്ട് അടിക്കുകയാണ്. അയ്യപ്പന്മാരെ കമ്പെടുത്ത് അടിക്കാൻ പാടില്ല. ഇതെത്ര ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം പ്രധാനമന്ത്രി വന്നപ്പോൾ കൊടുത്തൊരു നിവേദനം എന്ന് പറഞ്ഞാൽ, ശബരിമല എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാണ്. എൻ്റെ അഭിപ്രായത്തിലും അത് പൂർണ്ണമായി യോജിക്കുന്നു. ഇതിന് മുമ്പേ തന്നെ നമ്മൾ നിരവധി തവണ സ്വാമി സത്യാനന്ദ സരസ്വതിയൊക്കെ ഉള്ള സമയം തൊട്ടേ ഇത് ആവശ്യപ്പെടുന്നതാണ്. ശബരിമല വളരെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നമുക്കിപ്പോൾ അയോധ്യ കണ്ടാൽ അറിയാം. അയോധ്യ ശ്രീരാമൻ്റെ ക്ഷേത്രവും ആ സ്ഥലവും ഇപ്പോൾ നമ്മൾ കർമ്മ ന്യൂസൊക്കെ വളരെ റിപ്പോർട്ട് ചെയ്തു. അവിടുത്തെ അതുകൊണ്ട് മാറിയ നോക്കിയോണം എത്ര ആളുകൾ ഇനി അടുത്തൊരു പിൽഗ്രിമേജായിട്ട് അവിടെ പോകാൻ പോവുകയാണ്. അപ്പോൾ അതേ രീതിയിൽ ഈ സർക്കാരിന് കൊണ്ടുപോകാൻ പറ്റുന്നതിന് പകരം സർക്കാർ ചെയ്യുന്നത് മദ്യത്തിനും ലോട്ടറിക്കും ആ രീതിയിലുള്ള ഒരു രീതിയാണ്. ഇവിടെ നമ്മളെ ഒരു സംസ്കാരത്തിന് വളരെ മൂല്യച്യുതി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം ഇവരത് ശബരിമല എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബാധ്യതയില്ലാതെ ഒന്നുമില്ല. അവർ ആ സമയത്താണ് ബസ് ചാർജ് കൂട്ടുന്നതും നിലയ്ക്കൽ എത്തിയിട്ട് അവിടെ അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. ഒരു സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നില്ല. ആദ്യം അവിടെ സൗജന്യമായിട്ട് അന്നദാനങ്ങൾ എല്ലാ സംഘടനകളും ചെയ്തുകൊണ്ടിരുന്നു. അതിനെ മുഴുവൻ നിർത്തലാക്കി. സൗജന്യമായിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു, അത് നിർത്തലാക്കി. എല്ലാം ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ ശബരിമലയിൽ അത് കൊടുക്കാൻ തയ്യാറായി. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പല ഹിന്ദു സംഘടനകൾ വന്നിട്ട്, പക്ഷേ അവരെല്ലാം ഒട്ടിച്ചു വിട്ടു. നമുക്ക് അറിയാം, ഒരു പക്ഷേ ഇത്ര കാലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വേദനിച്ച് മലയിറങ്ങിയ ഒരു വർഷമാണ്. അതെ. കുഞ്ഞുങ്ങൾ അവരെ മനസ്സ് വിഷമിച്ച്, അതായത് അവർ തീർത്ഥാടനത്തിന് വേണ്ടി വന്നിട്ട് അവരുടെ മനസ്സ് വേദനിച്ച് ഈ ഒരു ദർശനം തീർത്ഥാടനം ചെയ്തിട്ട് പോയത് ഇത്തവണയാണ്. അവർക്ക് വേണ്ട ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ ശബരിമലയിൽ ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് സർക്കാർ അത് ഇതിനേക്കാളും ലക്ഷങ്ങൾ തിരുപ്പതി തീർത്ഥാടനത്തിന് വരുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ള ഒരു തള്ളോ കാര്യങ്ങളും ഇല്ല. ആ തിരുപ്പതി തീർത്ഥാടനത്തിന് നമുക്ക് ദർശനത്തിന് ക്യൂ ഉണ്ട്, ദർശനത്തിന് ടോക്കൺ ഉണ്ട്. ആ ടോക്കണിനനുസരിച്ചിട്ട് ആ ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള ഷെൽട്ടറുകളുണ്ട്. അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്ര നേരം, ചിലപ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ പോയിട്ട് നമുക്ക് വന്ന് നമ്മുടെ സമയമാകുമ്പോൾ കയറാം. അങ്ങനെ ഉണ്ട്, നമുക്ക് സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിന് നമുക്ക് എൻട്രി ആവും. അല്ലെങ്കിൽ നമുക്കവിടെ റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് നമ്മൾ എടുക്കുന്ന എത്ര നേരം റെസ്റ്റ് എടുത്താലും അത്രയും നേരം നമുക്ക് വേണ്ട വെള്ളം, ഭക്ഷണം അവിടെ സൗജന്യമായിട്ടാണ് തരുന്നത്. ആ വെള്ളവും ഭക്ഷണവും പ്രസാദം അപ്പം കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഭക്തി ചാനലുകൾ, തിരുപ്പതിയുടെ ഭഗവാന്റെ ചാനലുകളെല്ലാം TV എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിൽ വഴി TV വഴി ദർശനങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ, കീർത്തനങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയില്ല. ഒന്ന് ഷെൽട്ടറായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ഹരിവരാസനം ഒരു പ്രോജക്റ്റ്, എങ്ങനെയാണ് ഹരിവരാസനം നമുക്ക് ചെയ്യേണ്ട, ഹരിവരാസനം പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വാമി സത്യാനന്ദ സരസ്വതി ചെങ്കോട്ടുകോണത്തുനിന്ന് മുഖ്യമന്ത്രി ആൻ്റണിക്ക് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും നടപ്പിലാക്കാനായിട്ട് പറ്റിയില്ല. കാര്യം അറിയാലോ, AK ആൻ്റണിയെ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധനാണെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ മാറ്റുകയാണ് ചെയ്തത്, പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു,
ഭൂരിപക്ഷങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഇത് ന്യൂനപക്ഷങ്ങൾ വേണമെന്ന് ശടിക്കരുത് എന്നൊരു സെൻറ്റൻസ് പറഞ്ഞുള്ളൂ. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിനെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന് പിന്നെ കേന്ദ്രമന്ത്രിയായി അവിടെയും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവിടുത്തെ ഭൂരിപക്ഷങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തിരുപ്പതിയെ പോലെ ഒക്കെ വളരെ പുണ്യസ്ഥാനമായി നമ്മുടെ ശബരിമലയും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആ സംസ്ഥാനം യഥാസമയം ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതും ശബരിമലയിലെ ആചാരങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചതും ശബരിമലയിൽ ആരാധകർ അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ വേദനിച്ചതും ഈ സർക്കാരിന്റെ 2 വട്ടത്തെ ഭരണത്തിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് മനസ്സിലാക്കേണ്ടത് ഭക്തജനങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. അടുത്ത തവണ വോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അത് അതിൻ്റെ കൂടെ ചേർക്കാവുന്ന ഒരു പോയിന്റ്, ദേവസ്വം മന്ത്രി ഈ ശബരിമല സീസണിൽ അദ്ദേഹം നവകേരള സദസ്സിന്റെ ബസ്സിലായിരുന്നു. ഇവിടെ സമയമില്ല. അത് ഇത്രയും ബുദ്ധിമുട്ടി ഇവരെന്താ ഭരിക്കുന്നത്? ഒരു മന്ത്രി വന്ന് നേരിട്ട് എങ്ങനെയാണ് തീർത്ഥാടനം കാര്യങ്ങൾ പോകുന്നത് ശ്രദ്ധിക്കണ്ടേ? ആ മന്ത്രിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തൊഴാൻ താല്പര്യമില്ല, അദ്ദേഹം കൈ കൂപ്പത്തില്ല, അദ്ദേഹം ഇങ്ങനെ കൈ വെച്ചിട്ട് നിൽക്കും. ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഇവർ ഈ ക്ഷേത്രങ്ങളുടെ ഭരണം എന്തിനാണ് കയ്യിൽ വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത്ര ബുദ്ധിമുട്ടിയിട്ട് അവർ ചെയ്യാൻ പാടില്ല. അതായത് ഹിന്ദുക്കളോടുള്ള ഒരു അവരുടെ സമീപനം അങ്ങനെ അതാണ് ഈ മണ്ഡലകാലത്തിലും പ്രതിഫലിച്ചത്. എന്തായാലും ഇത് ജനങ്ങൾ ചിന്തിക്കുക. അടുത്ത തവണ നിങ്ങൾ എന്ത് നൽകണം, ആർക്ക് നൽകണം എന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയുക.